നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളുമായി TCV. ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന്റെ ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച പൂത്തോളിൽ നടക്കും. വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. 22,000 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 4 നിലകളിലായാണ് TCV ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ചാലക്കുടിപ്പുഴയിൽ റെയിൽവേ പാലത്തിന് സമീപം മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൊരട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വാടാനപ്പള്ളിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തളിക്കുളം പുളിയംതുരുത്ത് അബിലിശ്ശേരി വീട്ടിൽ 35 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച യുവനടൻ അഖിൽ വിശ്വനാഥിന് ജന്മനാട് യാത്രാമൊഴിയേകി. സംസ്ഥാന അവാർഡ് നേടിയ ചോല ഉൾപ്പെടെയുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഖിൽ വിശ്വനാഥ് മറ്റത്തൂർ, ചുങ്കാൽ, പോൾസൺപടി, ചെഞ്ചേരി വളപ്പിൽ വിശ്വനാഥന്റെ മകനാണ്. നാരായണീയ ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയവർക്ക് ബഹ്റിനിലെ ഗുരുവായൂരപ്പ ഭക്തരുടെ വകയായി പാൽപായസം നൽകി. ബീന ഗുരുവായൂർ, തങ്കം പരമേശ്വരൻ, B. രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയന്റെയും സെൻട്രൽ ബാങ്ക് ഓഫീസേഴ്സ് യൂണിയന്റെയും സംയുക്ത സംസ്ഥാന സമ്മേളനം ശനി, ഞായർ ദിവസങ്ങളിൽ ഗുരുവായൂരിൽ നടക്കും. ഓൾ ഇന്ത്യ സെൻട്രൽ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റ് CH വെങ്കടാചലം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരള വാർത്ത സർഗസാഹിതി പ്രതിഭാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ലക്ഷ്മി വെങ്കടേഷ് പ്രതിപുരസ്കാരം ഡോക്ടർ PB ഹൃഷികേശന്റെ ലോലചിത്രാം ചിത്രശലഭങ്ങളെ പോലെ എന്ന കാവ്യസമാഹാരത്തിന് ലഭിച്ചു. പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 16-ന് വിജയ് ദിവസ് ആചരിക്കും. ലഫ്റ്റനന്റ് കേണൽ CK ബാബു ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 14ാമത് തൃശൂർ വാക്കത്തോൺ ഞായറാഴ്ച നടക്കും. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TS പട്ടാഭിരാമൻ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ക്രിസ്മസ് അവധി പുനഃക്രമീകരിച്ചു. സ്കൂൾ അടയ്ക്കുന്നത് ഒരു ദിവസം നീട്ടി. ഡിസംബർ 24 മുതൽ ജനുവരി 4 വരെയാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭരതത്തിന്റെ ആഭിമുഖ്യത്തിൽ ഊർമിള മുല്ലപ്പള്ളിയുടെ ഭരതനാട്യം ഞായറാഴ്ച വൈകിട്ട് തൃശൂർ സാഹിത്യ അക്കാദമിയിൽ അരങ്ങേറും. കുട്ടനല്ലൂർ മുല്ലപ്പള്ളി ഇല്ലത്ത് ഉണ്ണികൃഷ്ണൻ ഇളയതിന്റെയും ഇന്ദിരാദേവിയുടെ മകളാണ് ഊർമിള. നിക്യ സുന്നഹദോസിന്റെ 1700-ാം വാർഷികം പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ആഘോഷിക്കും. കാൽഡിയൻ സെന്ററിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ വിവിധ സഭാധ്യക്ഷർ പങ്കെടുക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച കുചേല ദിനം ആഘോഷിക്കും. കുചേല ദിനത്തിലെ പ്രധാന വഴിപാടായ അവിൽ നിവേദ്യം ചീട്ടാക്കാൻ തുടങ്ങി. തൃപ്രയാർ ഏകാദശിക്കുള്ള ആനച്ചമയങ്ങളുടെ പ്രദർശനം തൃശൂരിൽ സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ ജീവതരം ഓഫീസിലാണ് പ്രദർശിപ്പിച്ചത്. ഈ മാസം 15-നാണ് ഏകാദശി. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. അന്തിരി വീട്ടിൽ ബിജു, സഹോദരൻ ജിജു, കളത്തിപ്പറമ്പിൽ ഷാജു എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. തൃശൂർ അതിരൂപത പ്രോ ലൈഫ് സമിതിയുടെ സിൽവർ ജൂബിലി അവാർഡുകൾ പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമങ്ങൾക്കുള്ള അവാർഡിന് ദീപിക സബ് എഡിറ്റർ സെബി മാളിയേക്കൽ അർഹനായി. KCBC അധ്യക്ഷനായി കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ തെരഞ്ഞെടുത്തു. മാള പള്ളിപ്പുറം സ്വദേശിയാണ് വർഗീസ് ചക്കാലക്കൽ. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.